iFlow Honey Magic Oven powered by Tasty Nibblesലേക്ക് സ്വാഗതം. നമ്മൾ ഭക്ഷണ കാര്യം ആലോചിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? നമുക്ക് ഏറ്റവും നല്ല ആരോഗ്യം കിട്ടുന്ന കാര്യങ്ങൾ കഴിക്കുക. അപ്പോൾ അതിൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ വെജിറ്റേറിയൻ ആയാലും നോൺ വെജിറ്റേറിയൻ ആണെങ്കിലും നമുക്ക് ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീൻസ്, പിന്നെന്താ പറയുക, കാർബോഹൈഡ്രേറ്റ്സ്, വൈറ്റമിൻസ്, എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം കിട്ടണം. പിന്നെ നോൺ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കാത്തവർക്കും അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട്സ് അല്ലെങ്കിൽ അതിന് പകരമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം കഴിച്ചാൽ അത്തരം പോഷക കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിനുണ്ടാകും. അതേസമയം നോൺ വെജ് കഴിക്കുന്നവർക്ക് ഏറ്റവും നല്ല നോൺ വെജിറ്റേറിയൻ ഭക്ഷണം എന്താണെന്ന് ചോദിച്ചാൽ അത് മത്സ്യം തന്നെയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ചിക്കനെ കുറിച്ചും ബീഫിനെ കുറിച്ചും അല്ലെങ്കിൽ ഡക്കിനെ കുറിച്ചും ഒക്കെ പറയുമായിരിക്കും. താറാവിറച്ചി കൊള്ളാം, അല്ലെങ്കിൽ കോഴിയിറച്ചി നല്ലതാണ്, മാട്ടിറച്ചി നല്ലതാണ്, ആട്ടിറച്ചി എല്ലാം നല്ലതാണ്. അല്ലാന്നല്ല, നമ്മളെല്ലാം കഴിക്കുന്ന ആൾക്കാരുമാണ്, അതല്ല. പക്ഷേ ഏറ്റവും കൂടുതൽ ആരോഗ്യത്തിന് നല്ലതെന്ന് പറഞ്ഞാൽ മത്സ്യം തന്നെയാണ്. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ കാര്യം പറയാനാണെങ്കിൽ നമ്മളൊരു കോസ്റ്റലായിട്ടുള്ളൊരു സ്റ്റേറ്റാണ്. നമുക്ക് ഇഷ്ടം പോലെ മത്സ്യ സമ്പത്തുള്ളൊരു സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ മത്സ്യം പൊതുവേ നമുക്ക് ധാരാളമായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ സീസണലായിട്ട് ചില മത്സ്യങ്ങൾ കൂടുതൽ ലാഭത്തിന് കിട്ടും, ചിലത് കുറച്ച് പ്രൈസി ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ച് വില കൂടുതലായിരിക്കും. അത്രയേ ഉള്ളൂ വ്യത്യാസം. എങ്കിലും നമ്മുടെ വീടുകളിലെല്ലാം നോൺ വെജ് കഴിക്കുന്ന ആൾക്കാരെല്ലാം തന്നെ ദിവസവും ഏതെങ്കിലും തരം മത്സ്യം കഴിക്കുന്നവരായിരിക്കും. ഒരു പക്ഷേ ചെറിയ മീനാകാം, അതല്ലെങ്കിൽ വലിയ മീനാകാം. അത് ഓരോരുത്തരുടെയും പേഴ്സിൻ്റെ ഘനമനുസരിച്ചിട്ടാണ്. നമ്മുടെ മടിശീലയ്ക്ക് എത്ര പൈസ ഉണ്ട് അതനുസരിച്ചിട്ടാണ് വരുന്ന കാര്യങ്ങൾ. എന്തായാലും അക്കൂട്ടത്തിൽ നമ്മൾ ഇന്നൊരു നല്ലൊരു മീൻ കറി ഉണ്ടാക്കാൻ പോകണം. ഈ മീനെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ അയല കൊണ്ട് തയ്യാറാക്കുന്നൊരു പാൽക്കറി. അയല എന്ന് പറയുമ്പോൾ ഇപ്പോൾ കുറച്ച് വില കൂടുതലാണ്. അയല പണ്ട് അത്ര വിലയില്ലാത്തൊരു മീനായിരുന്നു. പക്ഷേ രുചിയുടെ കാര്യത്തിൽ അയല വളരെ നല്ലതാണ്. അപ്പോൾ ഈ അയലക്കറി ഇപ്പോൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും അയല കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ അയല കൊണ്ട് തന്നെ വ്യത്യസ്തമായ എത്ര വിഭവങ്ങൾ തയ്യാറാക്കാം. അപ്പോൾ അത്തരമൊരു നാടൻ വിഭവം ഇത് അയല പാൽക്കറി. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അയല മത്സ്യം 3 വലുത് മുഴുവനെ വരഞ്ഞെടുത്തത്, ഇഞ്ചി ചെറുതായി അരിഞ്ഞത് 1.5 ടേബിൾ സ്പൂൺ, പച്ചമുളക് 6 എണ്ണം 2ആയി പിളർന്നത്, ചെറിയ ഉള്ളി 10 മുതൽ 12 വരെ നീളത്തിലരിഞ്ഞത്, സവാള 1 വലുത് ചെറുതായി അരിഞ്ഞത്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, പിരിയൻ മുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ, ഉലുവ 1/2 ടീസ്പൂൺ, വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ, കൊടംപുളി 4-5, ടൊമാറ്റോ 1 വലുത് വലിയ കഷ്ണങ്ങളാക്കിയത്, അണ്ടിപ്പരിപ്പ് 50 ഗ്രാം വെള്ളത്തിൽ കുതിർത്ത് അരച്ചത്, തേങ്ങാപ്പാൽ 1-ാം പാൽ 3/4 കപ്പ്, 2-ാം പാൽ 2.5 കപ്പ്, ഉപ്പ് ആവശ്യത്തിന്, കറിവേപ്പില ആവശ്യത്തിന്. അപ്പോൾ നമുക്ക് അയല പാൽക്കറി തയ്യാറാക്കാം. ഇനി ഒരു മീൻ ചട്ടിയിലാണെങ്കിൽ നല്ലത്, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ എന്തായാലും ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് ചെയ്യുന്നത്. സാരമില്ല, നമുക്ക് നല്ല ഒരു വിസ്താരമുള്ളൊരു ചട്ടി വേണം. കാര്യം മുഴുവനെയാണ് നമ്മൾ ആ മത്സ്യം തയ്യാറാക്കുന്നത്. അപ്പോൾ മുഴുവനെ വരഞ്ഞതെന്ന് പറയുമ്പോൾ അയല ഫുള്ളായിട്ട് എടുത്തിട്ട് അതിനകത്ത് സ്റ്റഫ് ചെയ്യുന്നൊരു രീതിയൊക്കെ ഉണ്ട്. അങ്ങനെ അതിനൊക്കെ പറ്റിയൊരു മത്സ്യമാണ് അയല. ഉള്ളിലെ അതിൻ്റെ മാംസം എല്ലാം എടുത്തിട്ട് വീണ്ടും കുറച്ച് മസാലയൊക്കെ ചേർത്ത് അകത്ത് നിറച്ച് ഉണ്ടാക്കുന്ന വിഭവങ്ങളുമുണ്ട്. പിന്നെ കട്ട്ലേറ്റിനൊക്കെ നല്ലതാണ്. കട്ട്ലേറ്റ്സ് ഉണ്ടാക്കാനൊക്കെ അയല നല്ലതാണ്. ചൂര പോലെ തന്നെ നല്ലതാണ്. അപ്പോൾ എല്ലാ രീതിയിലും അയല ഒരു നല്ലൊരു ഫ്ലേവറുള്ളൊരു മീനാണ്. അപ്പോൾ നമ്മൾ മുഴുവനെ ഇങ്ങനെ എടുത്തിട്ട് അകമെല്ലാം ക്ലീൻ ചെയ്തിട്ട് വാലോടുകൂടി വരഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്? അപ്പോൾ അയല വറുത്തൊന്നുമല്ല നമ്മൾ ചേർക്കുന്നത്, മുഴുവൻ അല്ലാതെ തന്നെയാണ് ഇതിൽ ഉപയോഗിക്കാൻ പോകുന്നത്. ആദ്യം കുറച്ച് വെളിച്ചെണ്ണ, നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കാം. വെളിച്ചെണ്ണ നല്ല ചൂടായി കഴിഞ്ഞിട്ട് ആദ്യം ഇത് അയലക്കറി ആയതുകൊണ്ട് എന്ത് പറഞ്ഞാലും മീനിന് എപ്പോഴും ഉലുവ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉലുവ മുഴുവനോടെ ഇട്ടൊന്ന് പൊട്ടിക്കണം. അപ്പോൾ എണ്ണ നല്ല ചൂടായി ഒരു 1/2 ടീസ്പൂൺ ഉലുവ ചേർക്കാം. ഉലുവ ഒന്ന് പൊട്ടട്ടെ. അത് കഴിഞ്ഞാൽ ഒരു മൂത്ത മണം ഇങ്ങനെ വരുമ്പോൾ അടുത്ത് നമ്മൾ എന്താ ചേർക്കുന്നത്? ഇഞ്ചി ചെറുതായി അരിഞ്ഞത് റെഡിയാണ്. മൂത്തൊരു മണം വരട്ടെ. ഉലുവ മൂത്ത് തുടങ്ങി പൊട്ടി ഇഞ്ചി 1.5 ടേബിൾ സ്പൂൺ, ഇനി ഇതിനോടൊപ്പം ഇഞ്ചി ഒന്ന് വാടിക്കഴിഞ്ഞാൽ അടുത്ത് ചേർക്കാൻ പോകുന്നത് ചെറിയ ഉള്ളിയാണ്. അത് 10, 15, 12 നമ്മുടെ സൗകര്യം അനുസരിച്ചിട്ട് ചെറിയ ഉള്ളി എടുത്തിട്ട് നീളത്തിനരിഞ്ഞ് വയ്ക്കുക. അപ്പോൾ എല്ലാം ഇങ്ങനെ ചെറുതായിട്ട് നിറം മാറാൻ തുടങ്ങുന്ന ഒരു സ്റ്റേജ്. ആദ്യം ഉലുവ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇഞ്ചിയുടെ നിറം ഒന്ന് ചെറുതായി മാറി തുടങ്ങട്ടെ. അത് കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ഉള്ളി ചേർക്കും. എണ്ണ നല്ല ചൂട്. അപ്പോൾ ഇത് ഈ മീൻ കറി എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ അയലിങ്ങനെ മുഴുവൻ എന്ത് ഭംഗി അറിയാമോ ഇത് അവസാനം കാണാനായിട്ട്, നല്ലൊരു ഫുൾ ഫിഷ് കിട്ടുന്നത്. ഇപ്പോൾ നമ്മൾ കോഴിക്കോട് സൈഡ് അങ്ങോട്ടൊക്കെ പോവുകയാണെങ്കിലും അയലക്കറി അവിടെയും എല്ലാ രാവിലെ തന്നെ
പല കടകളിലും റെഡിയാകുന്നൊരു സമ്പ്രദായമുണ്ട്. അപ്പോൾ രാവിലെ തന്നെ നമുക്ക് അപ്പത്തിൻ്റെ കൂടെയോ ദോശയുടെ കൂടെയൊക്കെ മീൻ കറി കഴിക്കുന്നൊരു രീതി. അത് ചുമന്ന കറി ആയിരിക്കാം, അത് പക്ഷേ തേങ്ങാപ്പാൽ കറി ആവണം എന്നില്ല. അതിങ്ങനെ മാറി മാറി പല രീതിയിലാണ് ഈ അയല മത്സ്യം തയ്യാറാക്കുന്നത്. അപ്പോൾ ഇഞ്ചിയുടെ നിറം മാറാൻ തുടങ്ങുന്നു. ഇതിലേക്ക് ചെറിയ ഉള്ളി, അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പച്ചമുളകും ചേർക്കാം. ഇത് 6 പച്ചമുളക്. അപ്പോൾ 2ആയിട്ട് മുറിച്ചിട്ട് പിന്നെ ഇങ്ങനെ കുറുകെ മുറിച്ചു, 2ആയിട്ട് നെടുകെ പിളർന്നിട്ട്. ഇതിൻ്റെ കൂടെ ഇനി നമ്മൾ ഒരു സവാള ചെറുതായി അരിഞ്ഞത് ചേർക്കും. കുറച്ച് കറിവേപ്പിലയാകാം. എല്ലാം എന്തായാലും നല്ല നാടൻ മണം, നല്ല വെളിച്ചെണ്ണയും ഇഞ്ചി, ചെറിയ ഉള്ളി, പച്ചമുളക്, ഉലുവ എല്ലാം കൂടി വരുമ്പോൾ ഒരു മണമുണ്ടല്ലോ, ആ ഒരു മണം നന്നായിട്ട് വരുന്നുണ്ട്. ഇനി സവാളയുടെ നിറം ചെറുതായി ഒന്ന് മാറിയാൽ മതി, ഒരുപാട് മൂക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് ബ്രൗൺ ആകണ്ട, എങ്കിലും ഒരല്പം കളർ മാറുന്ന ആ ഒരു സ്റ്റേജ്. എന്തായാലും ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇളക്കി കൊടുക്കും. ഉള്ളിയുടെ നിറമൊക്കെ മാറി തുടങ്ങി. ഇനി നമ്മളിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നു. അതോടൊപ്പം മുളക് പൊടി പിരിയൻ മുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ. ടേബിൾ സ്പൂൺ മുളക് പൊടിയും. അപ്പോൾ അതിൻ്റെ പച്ചച്ചുവയൊന്ന് മാറണം. അപ്പോൾ എന്ത് ഫാസ്റ്റായിട്ടാണല്ലേ, പെട്ടെന്ന് ഒരു രീതിയാണ്. മീൻ കറി എന്നൊക്കെ പറഞ്ഞാൽ എന്ത് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ മൂത്ത് തുടങ്ങി. ഇനി ഇതിലേക്ക് നമ്മൾ 2 അങ്ങനെ 2 പാലും ചേർത്തു. 2 പാല് ചേർത്ത് ആവശ്യത്തിന് നമുക്ക് എന്താ വേണ്ടേ, കുറച്ച് ഉപ്പ് ചേർക്കാം. നല്ല തിള വരുമ്പോൾ ഇതിനകത്തിന് കൊടംപുളി എന്ന് പറയുമ്പോൾ നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുക. ഇതൊരു 4 വലിയ കഷ്ണം ഇടാം, 4 മുതൽ 5 ഇടാം, പക്ഷെ 4 മതിയെന്ന് എനിക്ക് തോന്നുന്നു. ഒരു 4 കഷ്ണം കുതിർത്ത കൊടംപുളിയും. തിള വന്ന് തുടങ്ങുന്നു. ഇനി ഇതിലേക്ക് നമ്മൾ വരഞ്ഞു വെച്ചിരിക്കുന്ന അയല മുഴുവനോടെ ചേർക്കാൻ പോകും. തിള വന്നു തുടങ്ങി. നമുക്ക് പാത്രം ഒന്ന് അടച്ചിട്ട് ഇത് വേകാനായിട്ട് സമയം കൊടുക്കും. പെട്ടെന്ന് വേകും, മത്സ്യമല്ലേ, പെട്ടെന്ന് തന്നെ വേകും. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ. ഇപ്പോൾ നല്ല തിളയെല്ലാം വന്നു. അത് കഴിഞ്ഞ് ഞാൻ മീഡിയം ഫ്ലെയിമിൽ കുറച്ച് നേരം ഇട്ടു, അടച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അടപ്പ് മാറ്റി. അപ്പോൾ മീൻ പാകത്തിന് വെന്തിട്ടുണ്ട്, കുറേ ചാറുമുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമ്മളിനി വേണമെങ്കിൽ 2 കാര്യങ്ങൾ. ഒന്ന് നല്ല കുറുകിയ തേങ്ങാപ്പാൽ, പിന്നെ വേണ്ടത് കാഷ്യൂ പേസ്റ്റ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് പാർട്ടിലെത്തി. ഒരു 25 മുതൽ 50 ഗ്രാം വരെ ആകാം നോക്കിയിട്ട്. കുറച്ച് കാഷ്യൂ പേസ്റ്റ്, പിന്നെ കുറുകിയ തേങ്ങാപ്പാൽ. അപ്പോൾ തേങ്ങാപ്പാൽ ഇതിനകത്തേക്ക് ഒഴിക്കാം. അണ്ടിപ്പരിപ്പ് അരച്ച് വെച്ചതിൽ. എന്നിട്ട് ഒന്ന് ഇളക്കുക. തിളച്ച് കൊണ്ടിരിക്കുന്ന നമ്മുടെ മീൻ പാൽ കറിയിലേക്ക് ഒഴിക്കാം. ഇനി ഒരു തിള വരുമ്പോൾ തന്നെ അത് നല്ല കുറുകിയ ഒരു ചാറായി മാറും. നിറച്ച് ചാറുള്ള ഒരു കറി കണ്ടില്ലേ, നല്ലൊരു ചാറ് കറിയാണിത്. ഇത് മീൻ പാൽക്കറി, അയല പാൽക്കറിയാണ്. ഇതിനോടൊപ്പം ഒരു ടൊമാറ്റോ വലിയ കഷ്ണങ്ങളാക്കിയത് വെറുതെ ഏറ്റവും അവസാനം ഒരു ഭംഗിക്കും ചെറിയൊരു രുചിക്കുമായിട്ട് ചേർക്കുന്നത്. വെന്ത് കുഴയേണ്ട ആവശ്യമൊന്നുമില്ല. ടൊമാറ്റോയുടെ പീസസ്, പിന്നെ ഫ്രഷ് കറിവേപ്പില ലാസ്റ്റ്. പിന്നെ പ്രത്യേകിച്ചൊരു താളിക്കലിൻ്റെ ആവശ്യമില്ല.
അങ്ങനെ നമ്മുടെ അയല പാൽക്കറി ഇവിടെ റെഡിയായി. നല്ല കുറുകിയ ചാറോട് കൂടി കണ്ടില്ലേ, മുഴുവനെ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് കിടക്കുന്നുണ്ട് അയല. ഇനി നമുക്ക് വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. തീ ഓഫ് ചെയ്തു. അങ്ങനെ നമ്മുടെ അയല പാൽക്കറി ഇവിടെ റെഡി. ഇത് എന്തിൻ്റെ കൂടെ കഴിക്കാമെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ദോശ നല്ല കോമ്പിനേഷൻ ആയിരിക്കും. ചോറ്, നല്ല ചമ്പാവരി ചോറ് അല്ലെങ്കിൽ നല്ല വെള്ള കളറിലെ ചോറ്, ഇതെല്ലാം നല്ലതായിരിക്കും. എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. നല്ല സ്വാദുള്ള കറിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം. ഇനി അടുത്തതായി മാജിക് അവൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി ഒരു മധുരമാണ്. ഇതൊരു മധുരം എന്ന് പറഞ്ഞാൽ ഒരു നാടൻ മധുരം. ഇതിൻ്റെ പേര്, ഇതൊരു അരിക്കുറുക്കാണ്. അപ്പോൾ അരിക്കുറുക്കെന്നോ അരിക്കുഴമ്പെന്നോ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. എന്നാലും അരിയാണ് പ്രധാനപ്പെട്ട ചേരുവ. അതിനോടൊപ്പം തേങ്ങയും ശർക്കരയൊക്കെ ചേർത്തിട്ട് വളരെ നാടൻ രീതിയിൽ നമ്മൾ തയ്യാറാക്കുന്നൊരു കാര്യം. അപ്പോൾ നമ്മുടെ അരിക്കുറുക്ക് തയ്യാറാക്കി തുടങ്ങാം. ഇതിനുവേണ്ടി ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പച്ചരി 1 കപ്പ് വെള്ളത്തിൽ കുതിർത്ത് എടുത്തത്, ശർക്കര ചീകിയത് 2.5 കപ്പ്, വെള്ളം 6 കപ്പ്, തേങ്ങ ചിരകിയത് 1.5 കപ്പ്, ഏലക്കാപ്പൊടി 1/2 ടീസ്പൂൺ, വെണ്ണ ആവശ്യത്തിന്. അപ്പോൾ ഇനി ആദ്യം വേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ 1 കപ്പ് പച്ചരി വെള്ളത്തിൽ കുതിർത്ത് ഊറ്റി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ 2 മുതൽ 2.5 കപ്പ് ശർക്കര വരെ ആകാം, അത് നോക്കിയിട്ട് ചീകിയെടുത്തതും, അതുപോലെ 1.5 കപ്പ് തേങ്ങ ചിരകിയത്. ഈ 3 കാര്യങ്ങളും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കുമ്പോഴും ഭയങ്കര പേസ്റ്റി ആയിട്ട് അരക്കണം എന്നില്ല, അതായത് മഷി പോലെ അരയ്ക്കേണ്ട, ചെറിയ തരിതരിപ്പായിട്ട് അരച്ചെടുക്കാം. ഇത് അരച്ചെടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ. അപ്പോൾ ഇതിനാവശ്യമുള്ള വെള്ളം എന്തെങ്കിലും വേണമെങ്കിൽ വെള്ളവും കൂടി ചേർത്ത് അരയ്ക്കുക. അപ്പോൾ നമ്മളൊരു മിക്സി ഉപയോഗിച്ചിട്ട് തരിതരിപ്പായി അരച്ചെടുക്കുക. അപ്പോൾ അരി 1 കപ്പ് വെള്ളത്തിൽ കുതിർത്തത്, പച്ചരി 2 മുതൽ 2.5 കപ്പ് വരെ ശർക്കര ചീകിയതും, 1.5 കപ്പ് അല്ലെങ്കിൽ 2 കപ്പ് തേങ്ങ ചെറിയതായാലും കുഴപ്പമില്ല. ഈ 3 കാര്യങ്ങളും ഒന്നിച്ച് അരച്ചെടുക്കും. അത് കഴിഞ്ഞിട്ട് ബാക്കി. അപ്പോൾ ഞാൻ എന്തെങ്കിലും അരച്ചിട്ട് വരട്ടെ, അത് കഴിഞ്ഞിട്ട് ബാക്കി പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾക്കിനി നമ്മളുടെ അരിക്കുറുക്ക് തയ്യാറാക്കാം. കൂട്ടിവിടെ റെഡിയാണ്. അപ്പോൾ ഇതിൽ 1 കപ്പ് പച്ചരി കുതിർത്തത്, ഏതാണ്ട് 2.5 കപ്പോളം ശർക്കര ചീകിയത്, 1.5 കപ്പ് തേങ്ങ, ഒരല്പം വെള്ളം എല്ലാം കൂടി ചേർത്ത് നല്ല തരിതരിപ്പായിട്ട് അരച്ചെടുത്തു. ഇനി എന്താ വേണ്ടത്? ഇനി അടുപ്പ് കത്തിച്ച് അതിലേക്ക് ഈ കൂട്ട്, ഈ അരിയുടെ കൂട്ട്, അരി തേങ്ങാക്കൂട്ട് ഇതിലേക്ക് ഒഴിക്കാം. ഇതിൻ്റെ കൂടെ 6 കപ്പ് വെള്ളം, അപ്പോൾ വെള്ളം ഒഴിച്ചു. ഇനി എന്താ, ഇനി കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർക്കാം. 1/4 ടീസ്പൂൺ വരെ ആകാം. തീ കത്തിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കൈ എടുക്കാണ്ട് ഇളക്കണം. ഇളക്കി നല്ല കുറുക്കിയെടുക്കണം. വെള്ളമൊക്കെ വറ്റി നല്ല കുറുക്കിയ പാകമായി, നല്ലൊരു കുറുക്ക് മാതിരി നല്ല കട്ടിയായി വരും. അതുപോലെ ആവണം. അപ്പോൾ ആവശ്യത്തിന് മധുരമൊക്കെ നോക്കുക. അപ്പോൾ നമ്മൾ 2.5 കപ്പ് ശർക്കര ചീകിയത് വെള്ള ശർക്കരയായിരുന്നു, അതുകൊണ്ടാണ് അത്ര കളറില്ലാത്തത്. അല്ലെങ്കിൽ ഭയങ്കര കളറായിരിക്കും. അത് നമുക്ക് ഏത് ശർക്കരയാണോ കിട്ടുന്നത് അതനുസരിച്ചിട്ട്, മധുരം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്. അപ്പോൾ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കും. പെട്ടെന്ന് തന്നെ റെഡിയാകും. എന്തായാലും വെയിറ്റ് ചെയ്യാം.
ചേരുവകളെല്ലാം നന്നായിട്ട് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി പെട്ടെന്ന് തന്നെ ഇതിങ്ങനെ വറ്റി വരും, ടൈറ്റായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇനി നമ്മൾ അല്ലാതെ തന്നെ നമ്മൾ കൈയെടുക്കാണ്ടാണ് ഇളക്കേണ്ടത്, എങ്കിലും ഇനി കുറച്ചുകൂടി കെയർഫുള്ളായി അങ്ങനെ ശ്രദ്ധാപൂർവ്വം നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കും. കണ്ടല്ലോ ടെക്സ്ചർ മാറിയത്. ആദ്യം കുറച്ച് വെള്ളം പോലെ അല്ലായിരുന്നു, ഇപ്പം കുറച്ചുകൂടി ടൈറ്റായി വരും. അങ്ങനെ നമ്മുടെ അരിക്കുറുക്ക് ഇങ്ങനെ ടൈറ്റായി വരുന്നു. നമുക്ക് പാത്രത്തിൽ നിന്നും വിട്ട് വരുന്ന ഒരു രീതി, ഇങ്ങനെ കിടന്ന് ഓടുന്നതാണ്, പാത്രത്തിൽ നിന്നും വിട്ട് വരുന്ന ഒരു രീതി. ഇത്രയായാൽ മതി. ഇനി എന്താ വേണ്ടേ, ഇനി തീ ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കൊരല്പസമയം വെയിറ്റ് ചെയ്യാം, ഒന്ന് തണുക്കട്ടെ. തണുത്ത് കഴിയുമ്പോൾ അത് കുറച്ചുകൂടി ഒന്ന് ഉറയ്ക്കും. അത് കഴിഞ്ഞിട്ട് ബാക്കി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. എന്നാലും ഈ ടെക്സ്ചർ ഒന്നുകൂടി ഒന്ന് തണുത്ത് ഉറയ്ക്കും. അപ്പോൾ നമ്മളുടെ അരിക്കുറുക്ക് ഏതാണ്ട് തണുത്തു. ഒരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് നമ്മളിത് പ്രത്യേകിച്ച് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മിക്സിങ് അല്ല. ഇത് ഈ രീതിയിൽ തന്നെയാണ് ചെയ്യേണ്ടത്. വലിയ ഷേപ്പ് ചെയ്ത് ഹൽവ പോലെ കട്ട് ചെയ്യാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതൊരു കുറുക്ക് പോലെ തന്നെയാണ്. നല്ല തണുത്ത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ഈ നടുക്കുള്ള ഭാഗത്ത് അല്പം ഒരു കുഴി ഉണ്ടാക്കുക. അതിലേക്ക് നമ്മൾ ഈ വെണ്ണയും കൂടി വയ്ക്കുക. ഒരു ചെറിയ ചൂടോടുകൂടിയാണ് നമ്മളുടെ അരിക്കുറുക്ക് നമ്മളിതിലേക്ക് മാറ്റിയത്. കംപ്ലീറ്റ് തണുത്തിട്ടില്ല, ഒരു ചെറിയ ചൂട് വേണം. എന്നിട്ട് നമ്മൾ നടുക്കായിട്ട് ഇങ്ങനെ കുഴിയുണ്ടാക്കി ഈ വെണ്ണ ഇവിടെ ഇങ്ങനെ വയ്ക്കുന്നു. വെണ്ണ ഇങ്ങനെ ഉരുകി, ആ ചൂട് കൊണ്ട് ഉരുകി ഈ ഭാഗത്തേക്കൊക്കെ ആകും. ഇനി ഇത് കഴിക്കുന്ന സമയം ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ ഇളക്കി ആ വെണ്ണയോടുകൂടി ഇങ്ങനെ കഴിക്കാവുന്നതാണ്. അപ്പോൾ വിളമ്പുമ്പോഴും അതുപോലെ ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഇളക്കിയെടുത്താൽ കുറച്ച് വെണ്ണയോടുകൂടി എടുക്കുക. ഭയങ്കര സ്വാദായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മളുടെ അരിക്കുറുക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച 2 വിഭവങ്ങളും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ആദ്യം കാണിച്ചത് നമ്മുടെ അയല പാൽക്കറിയാണ്. വളരെ നാടനാണ്, നല്ല സ്വാദാണ്. തീർച്ചയായിട്ടും നിങ്ങൾ പരീക്ഷിക്കുക, നിങ്ങൾക്ക് ഇഷ്ടമാവും. നല്ല കപ്പയുടെ കൂടെയും കഴിക്കാൻ നല്ലൊരു ഐറ്റമാണത്. പിന്നെ അയല വളരെ നല്ലതാണ് ആരോഗ്യത്തിന്. പിന്നെ വില കുറഞ്ഞ മത്സ്യങ്ങളുടെ കൂട്ടത്തിൽ നമ്മളിപ്പോൾ ശരീരത്തിന് നല്ലത് മത്തിയാണ്. മത്തി, പിന്നെ എന്താ പറയുക, കൊഴുവ, ആ കൂട്ടത്തിൽ തന്നെയാണ് അയല. ഇച്ചിരിയുടെ വലുപ്പം ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷേ നല്ലതാണ്, സ്വാദ് കൊണ്ടുമല്ല. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക. പിന്നെ രണ്ടാമത് കാണിച്ചതാണെങ്കിലും വളരെ നാടനായിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ അരിക്കുറുക്ക്. അപ്പോൾ തീർച്ചയായിട്ടും അതും പരീക്ഷിക്കുക. ഇന്നത്തെ എപ്പിസോഡിലൂടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അവനിലൂടെ കാണാം.